നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം ഒരു കാലത്ത് CPM-ന്റെ കോട്ടയായിരുന്നു. എന്നാൽ 1991 കെ ബാബു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തൃപ്പൂണിത്തുറയിൽ എത്തിയതിനു ശേഷം 2016 വരെ കെ ബാബു കോൺഗ്രസിനു വേണ്ടി CPM-ന്റെ കോട്ട കൈപ്പത്തി ചിഹ്നത്തിൽ നിലനിർത്തി. 2016 എം സ്വരാജ് ബാബുവിനെ തോൽപ്പിച്ച് തൃപ്പൂണിത്തുറ CPM പാളയത്തിലേക്ക് കൊണ്ടുവന്നെങ്കിലും 2021 തെരഞ്ഞെടുപ്പിൽ സ്വരാജിനെ മലർത്തിയടിച്ച് വീണ്ടും കെ ബാബു അവിടെ നിന്ന് MLA ആയി. ഒരർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഒരു കോട്ടയായാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറ മണ്ഡലം അറിയപ്പെടുന്നത്. എന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം പിടിച്ചെടുക്കണമെന്ന വാശിയിലാണ് CPM. അതിനായി അവർ രംഗത്തിറക്കുന്നത് DYFIയുടെയും CPM-ന്റെയും ഉജ്ജ്വലനായ നേതാവ് അഡ്വക്കേറ്റ് KS അരുൺകുമാറിനെയാണ്. അരുൺകുമാറിനെ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. നേരത്തെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേരാണ് CPM സ്ഥാനാർത്ഥിയായി ആദ്യം ഉയർന്നു കേട്ടത്. പിന്നീട് സഭയുടെയും മറ്റും ഇടപെടൽ വന്നപ്പോൾ ഡോക്ടർ ജോ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കി അരുൺകുമാറിന്റെ പേരെല്ലാം മതിലുകളിലെല്ലാം എഴുതിയെങ്കിലും അതെല്ലാം പിന്നീട് മായ്ക്കേണ്ടി വന്നു. ഏതായാലും ഇത്തവണ അരുൺകുമാറിനെ രംഗത്തിറക്കി തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം പഠിക്കാനുള്ള നീക്കവുമായാണ് CPM മുന്നോട്ട് പോകുന്നത്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഇപ്പോൾ CPM-ന്റെ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. മാത്രമല്ല ചാനൽ ചർച്ചകളിലെ നിരന്തര സാന്നിധ്യമാണ്. മികച്ച അഭിഭാഷകനായ അരുൺകുമാർ ചാനൽ ചർച്ചകളിൽ വളരെ മിതത്വത്തോടെയും എന്നാൽ കാര്യമാത്ര പ്രസക്തവുമായും അഭിപ്രായം പറയുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ആരാധകരും ഏറെയുണ്ട്. തൃപ്പൂണിത്തുറയിൽ CPM-ന് വേറൊരു പേരും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കാനില്ല. ആ മണ്ഡലം പിടിച്ചെടുക്കണമെങ്കിൽ KS അരുൺകുമാറിനെ പോലൊരു യുവനേതാവിനെ രംഗത്തിറക്കിയാലേ സാധിക്കുകയുള്ളൂ എന്നാണ് CPM വിശ്വസിക്കുന്നത്. കോൺഗ്രസ് ആകട്ടെ കെ ബാബു ഇത്തവണ മത്സരിക്കുന്നില്ലെന്നും അതിനു പകരം TV കോമഡി ഷോകളിലെ താരം രമേശ് പിഷാരടിയായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെന്നുമാണ് ആ പാർട്ടിയിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ചലച്ചിത്ര നടനും സംവിധായകനും കോമഡി ഷോകളിലെ തിളങ്ങുന്ന താരവുമായ രമേശ് പിഷാരടിയെ രംഗത്തിറക്കി തൃപ്പൂണിത്തുറ മണ്ഡലം നിലനിർത്താനുള്ള നീക്കത്തിലാണ് കോൺഗ്രസെങ്കിൽ KS അരുൺകുമാറിനെ മുൻനിർത്തി അത് പൊളിച്ച് CPM പാളയത്തിലേക്ക് തൃപ്പൂണിത്തുറയെ കൊണ്ടുവരാനുള്ള നീക്കവുമായാണ് ഇപ്പോൾ പാർട്ടി മുന്നോട്ട് പോകുന്നത്. KS അരുൺകുമാർ വലിയ ജനപിന്തുണയുള്ള ഒരു യുവജന നേതാവാണ്. അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പ് നിർത്തിയാൽ ആ സീറ്റ് പിടിക്കാൻ കഴിയുമെന്ന ഉത്തമ വിശ്വാസമാണ് CPM-നുള്ളത്. ഒരു യുവജന നേതാവ് എന്നുള്ള നിലയിലും അഭിഭാഷകൻ എന്നുള്ള നിലയിലും TV ചർച്ചകളിലെ താരം എന്നുള്ള നിലയിലുമെല്ലാം അരുൺകുമാറിന് ജനസമ്മതി ഏറെയുണ്ട്. അതുകൊണ്ട് തന്നെ അരുൺകുമാർ തന്നെ ആയിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള CPM സ്ഥാനാർത്ഥി എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു.